ലോ ഫസ്റ്റ് ഇയർ. അവിടെ അപർണ ബിടെക് കഴിഞ്ഞിട്ട് അഞ്ച് തിരി വേണോ 7 തിരി വേണോ തീരുമാനമില്ല. അതെ, സാധാരണ 5 തിരി കേട്ടോ 7 തിരിയാണ് തെക്കോട്ടൊക്കെ. നാട്ടിനടപ്പനുസരിച്ച് 5 തിരിയെ കത്തിക്കാറ് ഞങ്ങളുടെ. ചേട്ടാ കത്തിക്കട്ടെ ഇങ്ങോട്ട്. ഇത് ഇവിടെ ആ കർപ്പൂരം വെക്കുകയാണെങ്കിൽ വേഗം കത്തിക്കടുപ്പുണ്ടാവും. വസു, ക്ഷമയില്ലാത്തൊരു കത്തിക്കണ്ട. നമ്മുടെ കയ്യിൽ പഴയ പോലെ കാശൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഈ ലോജിക് ഒന്നും നടക്കാൻ പോകുന്നു. എനിക്കറിയാം എന്താ ചേട്ടൻ. നമുക്ക് ഫുഡ് അടിയുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നീ എന്തിനാ ഇമാതിരി പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്നത്? കിസ് ഓഫ് ലവ്. എന്താ കുഴപ്പം? കഴിഞ്ഞ വേണം പോകാനില്ല, അടുത്ത തവണ എന്തായാലും പോകും. നിനക്കൊക്കെ എന്തിന്റെ സുഖേടാ? എടേ, അവരെ MC വന്നിട്ടില്ല. അതുകൊണ്ട് നീ MC ചെയ്യാറില്ലല്ലേ? ഒന്ന് ചെയ്യടാ. വാ എടാ, അമ്മയുടെ മാനം കാക്കണം പ്ലീസ്. അമ്മ ഇൻസൾട്ട് ചെയ്യില്ലടാ. മൈക്കോ താങ്ക്സ്. അപ്പോ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി കേട്ടോ. ഹായ്, ഹലോ. വളരെ ക്ലോസ് ആയിട്ടുള്ള 2 ഫാമിലിയും അതിലും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് റിലേറ്റീവ്സും ആൻഡ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് നല്ല ഫ്രണ്ട്സുമാണ് ഇവിടെ ഉള്ളത്. ആൻഡ് സോ ഐ തിങ്ക് ഈ ഇംഗ്ലീഷും നമ്മുടെ ജാട പറച്ചിലൊന്നും ഇവിടെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ. ആൻഡ് അതിനൊക്കെ മുമ്പായി നമുക്ക് ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദി ഈവനിങ്ങിനെ വെൽക്കം ചെയ്യാം ടു ദ സ്റ്റേജ് സുഷിൻ ചേട്ടൻ ആൻഡ് ദ ന്യൂസ്റ്റ് എഡിഷൻ ടു അവർ ഫാമിലി ഉത്തര. പ്ലീസ്. എനിക്കറിയാം നമ്മൾ കസിൻസൊക്കെ ലാസ്റ്റ് ഇതുപോലെ കൂടുന്നത് ഇതിന് മുന്നത്തെ സൂവിൻ്റെ കല്യാണത്തിനായിരുന്നു. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മാമനാണ് ഹരിമാമൻ ആൻഡ് മായ ആൻറ്റി. നല്ലൊരു കൈയ്യടി കൊടുക്കും. സുഷിൻ ചേട്ടൻ്റെ പേരൻസ് ആണ്. ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും ഫുഡ് കഴിക്കാം. കൗണ്ടേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഉമ്മ കൊടുക്കും. ഉത്തരയുടെ പേരൻസ് ആണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് അനിൽ. ആളെ മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ രവിയുടെ മോളല്ലേ? രവി വന്നിട്ടുണ്ടോ മോളെ? രവി മരിച്ചിട്ട് 15 വർഷമായില്ലേ? ഞാൻ പോവാണ്, എനിക്ക് കൂടുതൽ തിരക്കുണ്ട്. ഞാൻ അമ്മേനെ കൊണ്ട് പോവാണ്. അമ്മേനെ കൊണ്ട് താൻ എന്താ ഇരിക്കില്ല ഇവിടെ? അമ്മേനെ കൊണ്ടുപോലെ. I'd like to thank all of you who came on behalf of Sushin and Uttara. Thank you. ചേച്ചി, ഇച്ചിരി വെജ് ഫ്രൈഡ് റൈസും സല്ലാസും ഉണ്ട്. ലേശം അവിഞ്ഞു പോയി, പക്ഷെ കുഴപ്പമില്ല, കഴിക്കവളാണ്. कितना कुबूस मिलेगा? 1 पीस अल्फाम के साथ 1 कुबूस मिलेगा मैम. अच्छा, तो 3 और पैक कर देना. पैक करें पार्सल मैम. 3 कुबूस और 1 अल्फाम. ओके मैम. ഹലോ. ഹലോ. അപ്പോൾ ഞാൻ മാത്രമാണ്. ഞാൻ ഇവിടെ കൊച്ചിയിലുണ്ട്. ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. എന്നെ തല്ലരുത് പ്ലീസ്. അതെന്തിനാ? ഞാൻ തന്നെ മറന്നുപോയി മാത്രം.
സർപ്രൈസ് ആയല്ലേ? അപ്പം എന്താ പരിപാടി? ഒന്നുമില്ല, ഞാൻ 2-3 ദിവസം കൊച്ചിയിലുണ്ട്. ഞാൻ ദുബായിക്ക് പോവാണ്. ഓ, പഴയ ഫ്രോഡ് പരിപാടീസ് തന്നെ. എന്താ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും അഡ്മിഷനൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടില്ലേ? ഞാൻ പിന്നെ അന്ന് ഞാൻ പറ്റിച്ചതല്ല, എന്നെ വേറൊരാൾ പറ്റിച്ചതാണ്. കഷ്ടപ്പെടണം മാതാ. നമ്മൾ ഈ ഒരുമിച്ച് നടക്കുന്നത് തന്നെ ഉള്ളുകൊണ്ട് നമ്മൾ ഒരുപാട് അകലത്തിലാന്നുള്ള കോൺഫിഡൻസ് എനിക്കുള്ളതാണ്. സ്മൈൽ കറക്ഷൻ ചെയ്തോ? ഇല്ല. എങ്ങനെയുണ്ട്? ഒന്നുകൂടെ തിരിച്ചാ പറയാം. സൗകര്യമില്ല. അപ്പൊ ശരി മാതാ, ഇടയ്ക്ക് വിളിക്കേ. ചേച്ചി പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പോ ഇവിടെ വാ, അപ്പോ നീ ഇവിടെ ഇരിക്കേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. ചേച്ചി നല്ല മുടിഞ്ഞതായിരുന്നു, ഒന്നും കഴിച്ചിട്ടില്ല. 2 കുബൂസ് കഴിച്ചിട്ട് തന്നെ. എടാ അങ്ങനെ പറയലടാ, നിനക്ക് എൻ്റെ അവസ്ഥ അറിയാലോ. ഞാൻ 6 മണി മുതൽ വെയിറ്റ് ചെയ്യാൻ നിന്നെ. ചേച്ചി പ്ലീസ്. എടാ പ്ലീസ് എടാ, ഞാൻ പിന്നെ ഇത് ആരോടാ ഷെയർ ചെയ്യുക? എനിക്ക് വേറെ ആരല്ലേ? ആരല്ല ഉണ്ടാക്കിയത്? ഓക്കെ ഓക്കെ, പറ പറ. ഇന്നലെ രാവിലെ 10 മണിക്ക് ഞാൻ ചെക്കപ്പ് കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോഴാണ് മനീഷിൻ്റെ കോൾ വരുന്നത്. ഞാൻ അവൾ 100 പ്രാവശ്യം പറഞ്ഞത് എന്നെ വിളിക്കരുത്. ഇന്നലത്തെ മിനിഞ്ഞത്തെ കഥ കേൾക്കാൻ വയ്യ. ഇന്ന് പുതിയതായിട്ട് എന്താ സംഭവിച്ചത്? എടാ അങ്ങനെയല്ലടാ, ആദ്യം മുതൽ പറഞ്ഞാലേ എനിക്കൊരു ഫ്ലോ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ആദ്യം മുതൽ പറയട്ടെ പ്ലീസ്. ഒരു മിനിറ്റ്. ഹലോ. ഹലോ അപ്പു. ആ ഞാൻ തന്നെ മാത്തൻ. വേം വരണേ. ഞാൻ ഇവിടെ താഴെ നിൽപ്പുണ്ട്. ഒന്നും കൂടെ വരും, ഒരു കാര്യം പറയണ്ടോ? ബൂസ്റ്റ്. അപ്പോ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ? മാതാ, നീ അടിപൊളിയാന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. പക്ഷേ ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് പോയാൽ